ചെരുപ്പുകുത്തിയും കുട്ടിച്ചാത്തന്മാരും. ഒരിക്കലൊരിടത്ത് ഒരു ചെരുപ്പുകുത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർ വളരെയധികം ദരിദ്രരായിരുന്നുവെങ്കിലും സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്റെ കയ്യിൽ ഇനി ഒരു ജോഡി ഷൂ തയ്ക്കാനുള്ള തുകൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? നീ ഒന്നും വിഷമിക്കാതിരിക്കുക. നമ്മുടെ ഈ പട്ടിണി മാറാൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നെന്തോ വല്ലാത്ത ക്ഷീണം. അതുകൊണ്ട് ഈ തുകൽ മുറിച്ച് മാത്രം വയ്ക്കാം. നാളെ അതിരാവിലെ എണീറ്റിട്ട് ഷൂ ഉണ്ടാക്കാൻ നോക്കാം. അയാൾ തുകൽ മുറിച്ച് താൻ ജോലി ചെയ്യുന്ന മേശപ്പുറത്ത് വെച്ച ശേഷം ഉറങ്ങുവാനായി പോയി. വല്ലാത്ത ക്ഷീണം തന്നെ. രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നാളെ ഷൂ തയ്യാറാവില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉറക്കമെണീറ്റ ഉടൻ തന്നെ അയാൾ ഷൂ ഉണ്ടാക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. എനിക്ക് കഴിക്കാനുള്ളത് പണിപ്പുരയിലേക്ക് എടുത്തോളൂ. ഞാൻ ഇപ്പൊ തന്നെ ഷൂസ് ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ചെരുപ്പുകുത്തി താൻ ജോലി ചെയ്യുന്ന മേശയ്ക്കരികയിലെത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. എന്താ ഇത്? ഈ ഷൂ ആരാ ഉണ്ടാക്കിയത്? എടി, ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന് വേഗം വാ. എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഷൂ തയ്യാറായിരിക്കുന്നു. എന്തൊക്കെ ഈ പറയുന്നേ? ഷൂ തയ്യാറായെന്നോ? നിങ്ങൾ തന്നെയല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് രാവിലെ എണീറ്റ് ഷൂ തയ്യാറാക്കുമെന്ന്? ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയാ. അതാ മനസ്സിലാവാത്തത്. ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. ആ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളല്ല ഇത് ഉണ്ടാക്കിയതെന്ന്? ഇനി നിങ്ങൾ മറന്നുപോയതാണോ? നീ എന്താ എനിക്ക് ഭ്രാന്താണെന്നാ കരുതുന്നേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നലെ രാത്രി ഞാൻ തുകൽ മുറിച്ചു വെച്ചതേ ഉള്ളൂ. പിന്നെങ്ങനാ? എനിക്കൊരു പിടിയില്ല എന്താ പറയണ്ടെന്ന്. നീ നോക്കിയേ, ഇതെത്ര ഭംഗിയായിട്ടാ തയ്ച്ചിരിക്കുന്നതെന്ന്. ഞാൻ പോലും ഇതുവരെ ഇത്ര ഭംഗിയായിട്ട് തയ്ച്ചിട്ടില്ല. പെട്ടെന്ന് ഒരാൾ കടയിലേക്ക് വന്നു. അതെ, ആ ഷൂകൾ വിൽക്കാനുള്ളതാണോ? വിൽക്കാനുള്ളത് തന്നെയാണ്. ഇത് കാണാൻ കൊള്ളാലോ. എനിക്ക് പാകാവോന്ന് ഒന്ന് നോക്കിക്കോട്ടെ. അയാൾ ആ ഷൂ ധരിച്ച് അവിടമാകെ നടന്നു നോക്കി. ഓ, ഇതെനിക്ക് ശരിക്കും പാകാവുന്നുണ്ട്. ഇട്ട് നടക്കാനും നല്ല സുഖമുണ്ട്. ദാ, ഈ പണം വാങ്ങിച്ച് എനിക്കതങ്ങ് പൊതിഞ്ഞതാ. ചെരുപ്പുകുത്തി ആ പണം വാങ്ങി അയാളെ അത്ഭുതത്തോടെ നോക്കി. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് ആ ഷൂവിന്റെ പൈസ മുഴുവനായും തന്നതല്ലേ. അതിങ്ങ് വേഗം തരൂ. എനിക്ക് പോകാൻ തിടുക്കമുണ്ട്. ഓ, ഒരു നിമിഷം, ഞാൻ ഇപ്പൊ തരാം. ഒന്ന് പാക്ക് ചെയ്തോട്ടെ. അയാൾ കടയിൽ നിന്നും പോയ ഉടനെ ചെരുപ്പുകുത്തി ആ പണവും കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് ഓടി. എടി നോക്കിയേ, നീ ഇതെന്താന്ന് കണ്ടോ? ഇത് കുറെ ഏറെ പണമുണ്ടല്ലോ. നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയത്? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഇപ്പൊ ഒരാൾ കടയിലേക്ക് വന്ന് ആ ഷൂ വാങ്ങിച്ചു. അയാൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനെത്രയാണ് വിലയെന്ന് പോലും ചോദിക്കാതെ അയാൾ ഈ പണവും തന്നിട്ട് ഇറങ്ങിപ്പോയി. ഓ, നല്ലവനായ ദൈവം നമ്മുടെ കഷ്ടങ്ങൾ കണ്ട് കരുണ കാണിച്ചതാ. സത്യമാടി, ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന്. ഞാൻ ഇപ്പൊ തന്നെ ചന്തയിലേക്ക് പോവുക. ഈ പണം കൊണ്ട് കുറേയേറെ തുകൽ വാങ്ങി 2 ജോഡി ഷൂ ഉണ്ടാക്കണം. സന്തോഷവാനായ ചെരുപ്പുകുത്തി 2 ജോഡിയിൽ കൂടുതൽ ഷൂ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുകൽ വാങ്ങുന്നതിനായി പോയി. വേഗം വീട്ടിൽ തിരിച്ചെത്തി ഈ തുകൽ മുറിക്കാൻ തുടങ്ങണം. 2 ജോഡി ഷൂവിനുള്ള തുകൽ ഇതിൽ നിന്ന് മുറിച്ചെടുക്കണം. വീട്ടിൽ തിരിച്ചെത്തിയ ചെരുപ്പുകുത്തി തന്റെ ഭാര്യയെ വിളിച്ചു. ദേ, ഇതെന്താന്ന് നോക്കി. ഞാൻ എത്ര നല്ല തുകലാണ് വാങ്ങിയതെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ മികച്ചത്. ഞാൻ ഇപ്പോ തന്നെ ഇതിൽ നിന്ന് 2 ജോഡി ഷൂ ഉണ്ടാക്കും. നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാവും. നിങ്ങൾ വന്നേ, എന്നിട്ട് വല്ലതും കഴിക്ക്.
അതിനുശേഷം തുകല് മുറിച്ചാ മതി. അവർ രണ്ടുപേരും അത്താഴം കഴിക്കുവാൻ വേണ്ടിയിരുന്നു. നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് വല്ലാത്ത രുചി തന്നെ. ഞാൻ കുറെ അധികം കഴിച്ചു. ഇനിയിപ്പോ എങ്ങനെയാണാവോ ജോലി ചെയ്യുക? നിങ്ങൾക്ക് ഈ ആഹാരം ഒരുപാട് ഇഷ്ടമായല്ലേ? ഞാൻ പ്രത്യേകമായി ഉണ്ടാക്കിയതാ. നിങ്ങളുടെ സത്യസന്ധതയ്ക്കും സ്നേഹത്തിനും വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയാ നന്ദി പറയാ? നീ ഒരു നല്ല ഭാര്യ തന്നെ. നിങ്ങളൊരു കാര്യം ചെയ്. ഇപ്പോ തുകല് മുറിച്ചു വെച്ചിട്ട് രാവിലെ ഷൂ ഉണ്ടാക്കാൻ തുടങ്ങിയാ മതി. അതിരാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ പറ്റും. ചെരുപ്പ് കുത്തി തന്റെ ഭാര്യ പറഞ്ഞതുപോലെ ചെയ്തു. തുകൽ മുറിച്ച് മുൻപ് ചെയ്തതുപോലെ ജോലി ചെയ്യുന്ന മേശയിൽ വെച്ച് ഉറങ്ങാൻ വേണ്ടി പോയി. പിറ്റേന്ന് മറ്റൊരത്ഭുതം ചെരുപ്പ് കുത്തിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുൻപത്തെ പോലെ തന്നെ പൂർണ്ണമായി തുന്നിവെച്ച 2 ജോഡി ഷൂ അയാൾ അവിടെ കണ്ടു. എടി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതൊന്ന് നോക്കി. നീ കരുതുന്നുണ്ടോ ഞാൻ ഇപ്പോഴും ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടുകയാണെന്ന്? ഓ, എത്ര കൃത്യമായിട്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ. പക്ഷെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ വിളിച്ചു. അതെ, ഇവിടെ ആരുമില്ലേ? അല്ല, ഇത് ഇന്നലെ ഷൂ വാങ്ങിയ അതേ ആള് തന്നെയാണല്ലോ. അയാള് വാങ്ങിയ ഷൂവിന് കുഴപ്പമല്ലോ ഉണ്ടാവോ ആവോ? ചെരുപ്പുകുത്തി അയാളെ തന്റെ കടയിലേക്ക് ക്ഷണിച്ചു. ഞാൻ ഇന്നലെ മേടിച്ച ഷൂ കൂട്ടുകാരന് വളരെ ഇഷ്ടായി. അദ്ദേഹത്തിന് വേണ്ടി അതുപോലൊരെണ്ണം വാങ്ങാനായി വന്നതാ. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒന്നും കൂടെ ഉണ്ടാവില്ലേ? പിന്നെന്താ, ഉണ്ടല്ലോ. 2 ജോഡി ഇപ്പോഴേ തയ്യാറാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ, ഇത് രണ്ടും വളരെ നന്നായിട്ടുണ്ട്. ഒരെണ്ണം എന്റെ കൂട്ടുകാരന് വേണ്ടി എടുത്തേക്കാം, മറ്റൊരെണ്ണം എനിക്കും. നിങ്ങളുടെ കരവിരുതിന് എന്തായാലും എനിക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ചെരുപ്പുകുത്തിക്കും ഭാര്യയ്ക്കും വളരെയധികം സന്തോഷമായി. സന്തോഷം കൊണ്ട് അവർ നൃത്തം വെച്ചു. അയാള് വളരെ ദയാലുവായ മനുഷ്യനായിരുന്നു. കുറെ ഷൂ ഉണ്ടാക്കാനുള്ള തുകൽ വാങ്ങാനുള്ള പണം ഇപ്പോഴെന്റെ കയ്യിലുണ്ട്. ഓരോ ദിവസവും രാത്രി ചെരുപ്പുകുത്തി തുകൽ മുറിച്ചു വെക്കുകയും പിറ്റേന്ന് പ്രഭാതത്തിൽ അത് തുന്നിച്ചേർന്ന ഭംഗിയുള്ള ഒരു ഷൂവായി മാറുകയും ചെയ്തു. അധികം താമസിയാതെ അയാൾ പ്രശസ്തനായി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അയാളുടെ കടയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. നമ്മുടെ കയ്യിലിപ്പോ 1 ജോഡി ഷൂ ഉണ്ടാക്കാനുള്ള തുകൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിലാ അത് വിറ്റു പോകുന്നത്. അത് ശരിയാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാ രാത്രികളിലും ഇങ്ങനെ ഷൂ ഉണ്ടാക്കി തരുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? അത് ശരിയാ. ഞാനെന്താ അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? നമ്മളോട് ആരോ എന്നും വളരെ ദയ കാണിക്കുന്നുണ്ട്. അതാരാണെന്ന് എന്തായാലും കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ അതെങ്ങനെ കണ്ടെത്തും? അതെ, എനിക്കൊരാശയം തോന്നുന്നു. ഇന്ന് രാത്രി നമുക്ക് കർട്ടന് പിന്നിൽ ഒളിഞ്ഞിരിക്കാം. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. നീ ഇപ്പൊ ഈ പറഞ്ഞത് വളരെ നല്ലൊരാശയമാണ്. അന്ന് രാത്രി ഷൂവിന് വേണ്ടിയുള്ള തുകൽ മുറിച്ചതിന് ശേഷം ചെരുപ്പുകുത്തിയും ഭാര്യയും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഒളിച്ചിരുന്നു. അവർ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ 2 കുട്ടിച്ചാത്തന്മാർ തുറന്നിട്ട ജനലിലൂടെ അകത്തേക്ക് കടന്നു. കുറച്ചുനേരം അവിടെ കളിച്ച ശേഷം അവർ മേശയ്ക്കരികിലേക്ക് വന്നിരുന്നു. അവരുടെ വൈദഗ്ധ്യമുള്ള ചെറിയ വിരലുകൾ മിന്നൽ വേഗത്തിൽ ഷൂ തുന്നുവാൻ തുടങ്ങി. അധികം വൈകാതെ എല്ലാ ഷൂകളും തയ്യാറാക്കി അവർ വരിവരിയായി വെച്ചു. പിന്നീടവർ ജനലിലൂടെ പുറത്തേക്ക് ചാടി. ഞൊടിയിടയിൽ അവർ അപ്രത്യക്ഷരായി. ദൈവകൃപയാണെന്നല്ലാതെ എന്തു പറയാനാ? നമ്മൾ കണ്ട ആ ചെറിയ സുന്ദരക്കുട്ടന്മാരാ നമുക്ക് ഇത്രയും നാളും മനോഹരമായ ഷൂ ഉണ്ടാക്കി തന്നോണ്ടിരുന്നത്. അവര് വളരെ ചെറുതാണെങ്കിലും എത്ര അത്ഭുതകരമായിട്ടാ ജോലി ചെയ്തിരുന്നത്. അവരാരാണെന്നും എവിടെന്ന് വന്നെന്നുമാ ഞാൻ അതിശയിക്കുന്നത്. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. മഞ്ഞുകാലം വരാൻ പോവുക. അവർക്ക് തണുക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. അത് ശരിയാ. നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. അവരിത്രയും നാൾ ചെയ്ത ഉപകാരത്തിന് അവർക്ക് നമ്മൾ ഒരു നല്ല സമ്മാനം കൊടുക്കണം. പക്ഷെ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും? എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അവർക്ക് വേണ്ടി ഒരു ചെറിയ ഷർട്ടും പാന്റും തയ്യാറാക്കും. കൂടാതെ ഒരു ചെറിയ കോട്ടും. നിങ്ങൾ അവർക്ക് വേണ്ടി ഭംഗിയുള്ള ഷൂ ഉണ്ടാക്കണം. നിങ്ങൾ എന്തു പറയുന്നു? അത് നല്ലൊരാശയം തന്നെ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചെരുപ്പുകുത്തിയും ഭാര്യയും ആ ദിവസം മുഴുവൻ
കുട്ടിച്ചാത്തന്മാർക്കുള്ള സമ്മാനങ്ങൾ തയ്യാറാക്കുവാനായി ചിലവഴിച്ചു. ഓ, എന്ത് ഭംഗിയുള്ള ചെറിയ പാന്റും ഷർട്ടുമാണ് ചെരുപ്പുകുത്തിയുടെ ഭാര്യ തുന്നിയിട്ടുള്ളത്. അവർ കോട്ടിനൊപ്പം ധരിക്കാനുള്ള വളഞ്ഞ ടൈ കൂടി ഉണ്ടാക്കിയിരുന്നു. ചെരുപ്പുകുത്തി ചെറിയ 2 ജോഡി ഷൂകൾ ആ കുഞ്ഞു ചങ്ങാതിമാർക്കായി ഉണ്ടാക്കിയിരുന്നു. എനിക്കിനി കാത്തിരിക്കാനാകില്ല. ഈ സമ്മാനങ്ങളൊക്കെ കാണുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാൻ ആകാംക്ഷയുണ്ട്. ഒരിക്കൽ കൂടി ചെരുപ്പുകുത്തിയും ഭാര്യയും തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. അന്നും അർദ്ധരാത്രിക്ക് ശേഷം കുട്ടിച്ചാത്തന്മാർ ജനൽ വഴി ചാടി വന്ന് മേശയ്ക്കരികിൽ വന്ന് ഷൂ ഉണ്ടാക്കുവാൻ തുടങ്ങി. അവർക്കായി അവിടെ തയ്യാറാക്കി വച്ചിരുന്ന വസ്ത്രങ്ങളും ഷൂവും കണ്ടപ്പോൾ അവർ വളരെയധികം അത്ഭുതപ്പെട്ടു. പിന്നീടവർ പരസ്പരം വലിയ ആർപ്പുവിളിയോടെ നോക്കി. പെട്ടെന്ന് അവർ ആ വസ്ത്രങ്ങൾ വലിച്ചെടുത്ത് ധരിച്ചു. അവർക്ക് വളരെ സന്തോഷമായി. അവർ കൈകൾ കൊട്ടിക്കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. പിന്നീട് മേശയ്ക്ക് മുകളിൽ നിന്ന് പാട്ടുപാടി നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. എത്ര മനോഹരമായ സമ്മാനങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അന്നും പതിവ് പോലെ കുട്ടിച്ചാത്തന്മാർ പുറത്തേക്ക് ചാടി അപ്രത്യക്ഷരായി. എനിക്ക് ഒരുപാട് ആഹ്ലാദം തോന്നുന്നു. നമ്മുടെ സമ്മാനങ്ങൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ. എന്നാലും അവർ ചെയ്ത സഹായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സമ്മാനങ്ങൾ വളരെ നിസ്സാരങ്ങളാണ്. നമുക്ക് ആ കുട്ടികളെ അനുഗ്രഹിക്കാം. കുട്ടിച്ചാത്തന്മാർ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. ചെരുപ്പുകുത്തിയും ഭാര്യയും പിന്നീട് കുറേ കാലം സന്തോഷത്തോടു കൂടെ തന്നെ ജീവിച്ചു. Goldilocks and the Three Bears. പണ്ടൊരു ഘോരവനത്തിലെ ഒരു കുടിലിൽ ഒരു പപ്പക്കരടിയും അമ്മക്കരടിയും അവരുടെ മകനും താമസിച്ചിരുന്നു. ആ കുടിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. മഞ്ഞ കർട്ടൻ തൂക്കി ചുവന്ന പരവതാനി വിരിച്ച കുടിലിനു പുറത്ത് മനോഹരമായ പൂക്കളുമുണ്ടായിരുന്നു. ഈ കരടി കുടുംബത്തിന് കഞ്ഞി വളരെ ഇഷ്ടമായിരുന്നു. അമ്മക്കരടി ദിവസവും അതുണ്ടാക്കും. പ്രിയേ, കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞോ? ഉണ്ടാക്കി, ഞാൻ മേശപ്പുറത്തേക്ക് കൊണ്ടുവരിക. ആഹാ, വാസന കൊള്ളാമല്ലോ. പക്ഷെ കഞ്ഞിക്ക് നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിച്ചാൽ എന്റെ നാവ് പൊള്ളിപ്പോകുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യുക? അത് ശരിയാ, ഈ ദിവസം മനോഹരമായിരിക്കുന്നു. നമുക്കൊന്ന് നടന്നിട്ട് വരാം. തിരിച്ചു വരുമ്പോഴേക്കും കഞ്ഞി നന്നായി തണുത്തിട്ടുണ്ടാവും. വാ മോനെ, നിന്റെ സ്വെറ്ററും തൊപ്പിയും ഒക്കെ ഇട്ടോ. നമ്മൾ നടക്കാൻ പോവുകയാ. ഓ, എനിക്ക് നടക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. വഴിയിൽ എവിടെയെങ്കിലും കഴിക്കാൻ തേൻ കിട്ടും. അച്ഛാ, അമ്മ ഒന്ന് നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാം. ശരി മോനെ, ഞാൻ കാത്തിരിക്കാം. നീ വേഗം വരണം. അങ്ങനെ ആ കരടി കുടുംബം നടക്കാനായി കാട്ടിലേക്ക് പോയി. കാടിന്റെ ഒരറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് സ്വർണ്ണ നിറമുള്ള നീണ്ട തലമുടി ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ ഗോൾഡിലോക്സ് എന്ന് വിളിച്ചു. കാട്ടിലെ ചെറിയ മൃഗങ്ങളോടൊത്ത് കളിക്കാൻ അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ പക്ഷികളെയും പൂമ്പാറ്റകളെയും പച്ചമരങ്ങളെയും ചുറ്റുമുള്ള വർണ്ണപ്പൂക്കളും ഇഷ്ടമായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം രാവിലെ അവൾ പുറത്തു പോകാൻ തയ്യാറായി. അമ്മേ, ഞാൻ നടക്കാൻ കാട്ടിലേക്ക് പോകുകയാണ്. ഓ ശരി ഗോൾഡിലോക്സ്, വഴിയിൽ ബെറീസ് ഉണ്ടോ എന്ന് നോക്കണേ. ഇന്ന് രാത്രി ഞാൻ ബെറീസ് കൊണ്ട് കേക്കുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അകലേക്ക് പോകരുത്. കാട്ടിൽ കുറച്ച് കരടികളുണ്ടെന്ന് ഞാൻ കേട്ടു. ഓ, ബെറീസ് കേക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. അമ്മേ, നല്ല മധുരമുള്ള ബ്ലൂബെറീസ് വളരുന്ന ഒരു സ്ഥലം എനിക്കറിയാം. അതത്ര അകലെയൊന്നുമല്ല. അമ്മ വിഷമിക്കേണ്ട, ഞാൻ വേഗം തിരിച്ചു വരാം. അങ്ങനെ ഗോൾഡിലോക്സ് കാട്ടിനകത്തേക്ക് പുറപ്പെട്ടു.
അവിടേക്ക് പോകാൻ അവൾക്ക് വളരെ ഇഷ്ടമാണ്. പൂക്കളും മുയൽക്കുട്ടികളും പിന്നെ പല നിറങ്ങളിലുള്ള പൂമ്പാറ്റകളും അവയെല്ലാം ഗോൾഡി ലോക്സിനെ സന്തോഷിപ്പിച്ചു. ഈ മനോഹരമായ ഇളം ചുവപ്പ് പൂക്കൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. മേശപ്പുറത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ലാ ല ല ലാ ലാ ലാ. എന്റെ കൂട്ടുകാർ എവിടെയാണെന്ന് അറിയില്ലല്ലോ. മുയൽക്കുട്ടികളെല്ലാം തുള്ളിച്ചാടി നടക്കും. വികൃതികളായ കുരങ്ങന്മാർ മരങ്ങളിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കും. ഭംഗിയുള്ള പൂമ്പാറ്റകൾ പൂക്കൾ തോറും തേൻ കുടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവയെല്ലാം ദൂരേക്ക് പറന്നു പോകും. എന്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി? ഇന്ന് അവരെ ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ മുയലുകളെയും ഭംഗിയുള്ള പൂമ്പാറ്റകളെയും തേടിക്കൊണ്ട് ഗോൾഡി ലോക്സ് കാടിനകത്തേക്ക് അവളറിയാതെ പൊയ്ക്കൊണ്ടേയിരുന്നു. കുറെ നേരം നടന്നപ്പോൾ തനിക്ക് വഴിതെറ്റിയിരിക്കുന്നു എന്ന് ഗോൾഡി ലോക്സിന് തോന്നി. ഞാൻ എവിടെയാണ്? കുറേ ദൂരെ എത്തിയതുപോലെയുണ്ടല്ലോ. ദൂരേക്ക് പോകില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. ഓ, വല്ലാത്ത ക്ഷീണം തോന്നുന്നു. പെട്ടെന്ന് അല്പമകലെയായി ഗോൾഡി ലോക്സ് എന്തോ കണ്ടു. എന്താണിത്? കാടിന്റെ നടുവിൽ ഒരു കുടിലോ? ഇത് ആരുടേതായിരിക്കും? ഗോൾഡി ലോക്സ് കുടിലിനടുത്തെത്തി ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. പക്ഷേ അകത്താരുമില്ലായിരുന്നു. കുറച്ചു സമയം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് തോന്നുന്നു. ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ഇവിടെ എങ്ങും ആരുമില്ലെന്ന് തോന്നുന്നല്ലോ. ഓ, വാതിൽ തുറന്നിരിക്കുന്നു. ഗോൾഡി ലോക്സ് പതുക്കെ വാതിൽ തള്ളി തുറന്നു. ചുറ്റും നോക്കിയ ശേഷം അവൾ കുടിലിനകത്തേക്ക് നടന്നു. ഈ കുടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ, നല്ല വാസന വരുന്നുണ്ട്. എനിക്കിപ്പോൾ ശരിക്കും നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. മേശപ്പുറത്ത് 3 പാത്രങ്ങളിൽ കഞ്ഞി വിളമ്പി വെച്ചിരിക്കുന്നത് ഗോൾഡി ലോക്സ് കണ്ടു. ഈ പാത്രം വളരെ വലുതാണ്. ഞാൻ ഈ പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കും. ഓ, എന്തൊരു ചൂട്! എന്റെ നാവ് ശരിക്കും പൊള്ളിപ്പോയി. ഹു ഹു ഹു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഗോൾഡി ലോക്സ് രണ്ടാമത്തെ പാത്രത്തിലുള്ള കഞ്ഞി കുടിച്ചു നോക്കി. ഇത് വല്ലാതെ തണുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കഞ്ഞിക്ക് രുചിയില്ല. അതിനുശേഷം അവൾ അവസാനത്തെ പാത്രത്തിന്റെ അടുത്ത് ചെന്നു. അത് ഏറ്റവും ചെറുതായിരുന്നു. ഈ കഞ്ഞി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുടിക്കുന്നതുകൊണ്ട് ആരും ദേഷ്യപ്പെടില്ലായിരിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഈ കഞ്ഞിക്ക് നല്ല രുചി. ചെറിയ പാത്രത്തിലുണ്ടായിരുന്ന കഞ്ഞി കുടിച്ച ശേഷം ഗോൾഡി ലോക്സിന് നല്ല ഉറക്കം വരാൻ തുടങ്ങി. കുറച്ചു സമയം ഇവിടെ വിശ്രമിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകും. ഓ, ഈ കസേര വലുതാണ്. എനിക്ക് ഇതിൽ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞവൾ അടുത്ത കസേരയുടെ അടുത്തെത്തി. അത് അമ്മ കരടിയുടെ കസേരയായിരുന്നു. പക്ഷെ ആ കസേരയും വലുതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഈ ചെറിയ കസേരയിൽ എനിക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഗോൾഡി ലോക്സ് കുട്ടിക്കരടിയുടെ കസേരയിലിരുന്നപ്പോൾ കസേര ഒടിഞ്ഞു. അവൾ താഴെയും വീണു. ഔ, വേദനിക്കുന്നു. ഈ കസേര ഒടിഞ്ഞുപോയി. ഓ, ഉടമസ്ഥൻ എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് തോന്നുന്നു. കസേര പഴയതുപോലെയാക്കാൻ ഗോൾഡി ലോക്സ് വളരെയധികം ശ്രമിച്ചു നോക്കി. പക്ഷെ അവൾക്കതിന് സാധിച്ചില്ല. ഞാൻ ഇന്നൊരു ചീത്ത കുട്ടിയായിരിക്കുന്നു. അമ്മയോട് അധികം ദൂരം പോകില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ പോയി. ഞാൻ ആരോടെയോ കഞ്ഞി കുടിച്ചു. അവരുടെ കസേരയും ഒടിച്ചു. കുസൃതിക്കാരിയായ കുട്ടിയാണല്ലോ താനെന്നോർത്ത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. കുടിലിന്റെ ഉടമസ്ഥൻ വരുന്നതുവരെ കുറച്ചുനേരം കാത്തിരിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാമല്ലോ. ഈ കുടിലിന്റെ ഉടമസ്ഥൻ ദയാലുവായിരിക്കും. അദ്ദേഹം എന്നോട് ക്ഷമിക്കും. ഞാൻ അദ്ദേഹത്തിന് കഞ്ഞി കുടിച്ചതും കസേര ഒടിച്ചതും കരുതിക്കൂട്ടിയല്ല. ഗോൾഡി ലോക്സ് ജനാലയുടെ അടുത്തെത്തി. അടുത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. ഹാ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ കാത്തിരിക്കും.
ഇല്ലെങ്കിൽ നേരം സന്ധ്യയാവും, പിന്നെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓ, എന്തായാലും ഇന്ന് അമ്മ എന്നോട് ശരിക്കും ദേഷ്യപ്പെടും. കാത്തിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് ഗോൾഡിലോക്സ് ചുറ്റിലും നോക്കി. എന്നിട്ട് അവൾ അടുത്ത മുറിയിലേക്ക് ചെന്നു. അവിടെ 3 കട്ടിലുകളുണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കട്ടില് കാണുമ്പോൾ ഉറക്കം വരുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്ന് വിശ്രമിക്കട്ടെ. അവൾ ഏറ്റവും വലിയ കട്ടിലിൽ പോയി കിടന്നു. ഈ കിടക്ക വളരെ കട്ടിയുള്ളതാണ്. ഇതിൽ കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കില്ല. ഗോൾഡിലോക്സ് പപ്പ കരടിയുടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അമ്മ കരടിയുടെ കട്ടിലിനടുത്തെത്തി. ഈ കിടക്ക വളരെ മൃദുലമാണ്. ഞാൻ ഇതിൽ താഴ്ന്നു പോകും. അവസാനത്തെ കിടക്കയും കൂടി നോക്കട്ടെ. പിന്നീട് ഗോൾഡിലോക്സ് കുട്ടിക്കരടിയുടെ കിടക്കയിലേക്ക് ചെന്നു. ആഹാ, ഇതിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമുണ്ട്. കുറച്ചു നേരം ഈ കിടക്കയിൽ ഞാൻ കിടക്കട്ടെ. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോകും. ഇത്രയും നേരം താമസിച്ചതിന് വീട്ടിൽ പോയി അമ്മയോട് മാപ്പ് പറയണം. കുറച്ചുനേരം കിടക്കാമെന്ന് ഗോൾഡിലോക്സ് കരുതിയെങ്കിലും ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് നല്ല ഉറക്കം പിടിച്ചു. താമസിയാതെ നടക്കാൻ പോയ 3 കരടികളും തിരിച്ചു വന്നു. കുറേ നേരം നടന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. കഞ്ഞി ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ടാവും. എന്താണിത്? ആരോ എന്റെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരോ എന്റെ കഞ്ഞിയും കുടിച്ചിട്ടുണ്ടല്ലോ. ഓ, ആരോ എന്റെ കഞ്ഞിയും കുടിച്ചിരിക്കുന്നു. ഞാനിനി എന്താ കഴിക്കുക? ഇല്ല മോനെ, നീ വിഷമിക്കേണ്ട. ഞാൻ നിനക്ക് കുറച്ചും കൂടി തരാം. പക്ഷെ ആരായിരിക്കും ഇവിടെ വന്നത്? ഈ കാടിന്റെ ഉള്ളിലേക്ക് ആരും വരാറില്ലല്ലോ. ആരോ എന്റെ കസേരയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. അമ്മക്കരടിയും കുട്ടിക്കരടിയും വേഗം അവരുടെ കസരകളിലേക്ക് നോക്കി. ആരോ എന്റെ കസേരയിലും ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛാ, അമ്മ അത് കണ്ടോ? ആരോ എന്റെ കസാരയും ഓടിച്ചിരിക്കുന്നു. അതാരായിരിക്കും? ആരെങ്കിലും നമ്മുടെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാവരും അടുത്ത മുറിയിലേക്ക് ചെന്നു. ആരോ എന്റെ കിടക്കയിൽ കിടന്ന പോലെ തോന്നുന്നല്ലോ. ആരോ എന്റെ കിടക്കയിലും കിടന്നിട്ടുണ്ട്. അമ്മേ, അച്ഛാ നോക്ക്, ആരോ എന്റെ കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നു. ഈ ചീട്ട കുട്ടിയാണ് എന്റെ കഞ്ഞി കുടിച്ചതും എന്റെ കസര പൊട്ടിച്ചതും. വാ അച്ഛാ, അടിക്കി അടിക്കി. കുട്ടിക്കരടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഗോൾഡിലോക്സ് പെട്ടെന്നുറക്കമുണർന്നു. ഇതുവരെ അവൾ ഇങ്ങനെ പേടിച്ചിട്ടില്ല. അവൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് തുറന്നു കിടന്ന ജനാലയിലൂടെ പുറത്തേക്ക് ചാടി. അവളാൽ ആകുന്നത്ര വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു. പാവം കുട്ടി, നീ അവളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അവൾ എന്റെ കഞ്ഞി കുടിച്ചു, എന്റെ കസരയും ഒടിച്ചു. അവൾ ചീട്ടയാ. അല്ല മോനെ, നിനക്ക് എപ്പോഴും കഞ്ഞി കിട്ടും, പുതിയ കസേരയും ഉണ്ടാക്കാം. പക്ഷെ ആ പാവം കുട്ടി വല്ലാതെ പേടിച്ചു. ഇനി ഒരിക്കലും അവളെ കാണാനാവില്ല. വീട്ടിലെത്തുന്നതുവരെ ഗോൾഡിലോക്സ് ഓടിക്കൊണ്ടേയിരുന്നു. അവൾ വിശ്രമിക്കാനായി കിടന്നത് കരടികളുടെ കുടിലിലായിരുന്നെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അമ്മേ, അമ്മേ. എന്ത് പറ്റി മോളെ? നീ ഒരുപാട് വൈകിയല്ലോ. ഞാൻ വല്ലാതെ വിഷമിച്ചു. നീ എന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നത്? അമ്മേ, ഞാൻ കാട്ടിനകത്ത് ചില കരടികളെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഞാൻ പറിച്ച ബെറീസ് എല്ലാം താഴെ വീണു. അമ്മയ്ക്ക് വേണ്ടി ഭംഗിയുള്ള പൂക്കൾ പറിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. ഓ എന്റെ മോളെ, ഇനി ഒരിക്കലും അത്ര ദൂരേക്ക് പോവില്ലെന്ന് എനിക്ക് വാക്കുത്താ. ഞാൻ വാക്ക് തരുന്നു അമ്മേ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. വേഗം പോയി കൈ കഴുകി ആഹാരം കഴിക്കി, എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. നന്നായി കിടന്നുറങ്ങിയാ നിന്റെ പേടിയെല്ലാം മാറും. ഞാൻ ഇനി ഒരിക്കലും അമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കില്ല. തക്ക സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണമ്മേ. കരടികൾ വളരെ നല്ലവരാണെന്നും അവരവളെ ഉപദ്രവിക്കില്ലെന്നും ഗോൾഡിലോക്സിന് അറിയില്ലായിരുന്നു. പക്ഷെ അവളന്ന് ഒരു നല്ല പാഠമാണ് പഠിച്ചത്. ശരിയല്ലേ?